ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായിട്ടുള്ള അനീഷിന് ദുബായിൽ 5.5 കോടി രൂപയുടെ ഒരു ആഡംബര വീടും അതുപോലെ തന്നെ 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കുറേ വീഡിയോസ് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്നുണ്ട്. അനീഷിൻ്റെ ഫാൻ പേജുകളിൽ ഇത് പല രീതിയിൽ ഇങ്ങനെ കിടന്നോടുന്നുണ്ട്. കാരണം അനീഷിന് 5.5 കോടി രൂപയുടെ ഫ്ലാറ്റ് കിട്ടാൻ പോകുന്നു, അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്, ബിഗ് ബോസിൽ ഏറ്റവും മനോഹരമായിട്ട് നിന്നൊരു കണ്ടസ്റ്റൻ്റാണ്, അദ്ദേഹത്തിന് 5.5 കോടി രൂപയുടെ ഫ്ലാറ്റും 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയൊക്കെ കൊടുക്കുന്നത് വളരെ മികച്ചൊരു കാര്യമാണെന്നുള്ള രീതിയിലൊക്കെ പല പ്രചാരണങ്ങൾ ഇങ്ങനെ കിടന്ന് വീഡിയോസൊക്കെ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ജെനുവിൻ ആയിട്ടുള്ള പല ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്നവരും ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ സത്യമാണോ 5.5 കോടി രൂപയുടെ ഫ്ലാറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗോൾഡൻ വിസയൊക്കെ കൊടുക്കാനായിട്ട് ബിഗ് ബോസിലൊരു ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചു. പക്ഷേ കൃത്യമായിട്ട് ഇപ്പോൾ അനീഷ് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അനീഷ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. ദുബായിൽ എനിക്കൊരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല. അതൊരു ഫേക്ക് ന്യൂസ് ആണ്. അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതൊരു ഫേക്ക് ന്യൂസ് ആണ്. ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് അനീഷ് പറയുന്നൊരു കാര്യം, ഈ പറയുന്ന പോലത്തെ 5.5 കോടി രൂപയുടെ ആഡംബര വീട്, അതായത് UAE ഒരു ഐലൻഡിൽ പണിയുന്ന പുതിയ 5.5 കോടി രൂപയുടെ ആഡംബര വീടും 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസ എന്നൊക്കെ പറയുന്ന പ്രചാരണം വൻ തട്ടിപ്പാണ്, അതൊരു കള്ളമാണ്. അങ്ങനെ ഒരു പരിപാടി ഇതുവരെ മനീഷ് അറിഞ്ഞിട്ടും കൂടിയില്ല. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അവസാനിക്കുന്ന സമയത്ത് അത്യാവശ്യം ഫെയിമിൽ നിൽക്കുകയാണ് ഈ ഒരു ഷോയും കണ്ടസ്റ്റൻസും എല്ലാവരും. ഈ ഒരു സമയത്ത് പല ഇൻസ്റ്റഗ്രാം പേജുകളും അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണിത്. പക്ഷേ ഇത് ജെനുവിൻ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാതെ വീഡിയോസും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടപ്പോൾ തന്നെ ഞാനിത് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം ഇത് തട്ടിപ്പാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇതെടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് ഏറ്റവും അവസാനം അനീഷ് തന്നെ വന്ന് പറയും ഇങ്ങനൊരു കാര്യമില്ല എന്ന് വന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻബോക്സിലോ അല്ലെങ്കിൽ യൂട്യൂബിലെ കമൻറ്റുകളിലും വന്ന് പറയും നീയല്ലേ പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് അന്ന് തന്നെ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യാമായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനീഷിന് 5.5 കോടി രൂപയുടെ ഫ്ലാറ്റ് കിട്ടാൻ പോകുന്നു, 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസ കൊടുക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗംഭീര തമ്പനയിലൊക്കെ കൊടുത്തൊരു അടിപൊളി വീഡിയോ ഇറക്കായിരുന്നു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെ ആയിരിക്കുമെന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് അനീഷ് എന്ന് പറഞ്ഞു ഇനിയെങ്കിലും ഇതിൽ പോയി വീഴാതിരിക്കുക, എങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യാതൊക്കെ ഇരിക്കുക. ഈ പറയുന്ന പല വീഡിയോസും ഇറങ്ങുന്ന പല അക്കൗണ്ടുകളിലും ഒരുപാടധികം ഫോളോവേഴ്സ് ഉണ്ട്. കാരണം ഇത് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അനീഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. അവരൊക്കെ ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ആ ഒരു അക്കൗണ്ടുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരു തട്ടിപ്പുകളിലും പോയി വീഴാതിരിക്കുക. അതുപോലുള്ള അക്കൗണ്ടുകളിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും റിപ്ലൈസും കാര്യങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക. ഈ പറയുന്ന പോലെ 5.5 കോടി രൂപയുടെ ഒരു ആഡംബര വീടും 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയൊക്കെ കൊടുക്കാനായിട്ട് ഇത് വെള്ളരിക്കപ്പെട്ടണോ? അനീഷ് ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്നൊരു റിയാലിറ്റി ഷോ അതിനകത്ത് ഫസ്റ്റ് റണ്ണറപ്പായി വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ജനങ്ങൾ ഭയങ്കരമായിട്ട് അനീഷ് വിജയിച്ചു എന്നുള്ള രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരാണ്. അനീഷ് വിജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, കൃത്യമായിട്ട് അനീഷിന് എല്ലാ വീക്കും കൃത്യമായിട്ട് ഡേ ടു ഡേ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ കൃത്യമായിട്ട് അനീഷിന് ആ ഒരു നേട്ടം കിട്ടി.
അതിനുള്ള എന്താണ് സ്നേഹവും സപ്പോർട്ടൊക്കെ കിട്ടി. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക. 5.5 കോടി രൂപയുടെ വീടും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ 10 ലക്ഷം 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇതൊക്കെ ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഇതുപോലുള്ള റിയാലിറ്റി ഷോകളിൽ വിജയിക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ സമ്മാനം ഒക്കെ എങ്ങനെ കൊടുക്കും? ഈ ഒരു റിയാലിറ്റി ഷോ വിജയിച്ച വിന്നർക്ക് വരെ ഒരു 50 ലക്ഷം രൂപയാണ് ഏഷ്യാനെറ്റും എൻ്റെമോൾ എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് കമ്പനിയൊക്കെ കൊടുക്കുന്നത്. പിന്നെയാണ് 5.5 കോടി രൂപയുടെ വീടും ഈ പറയുന്ന പോലെ 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും. അതൊക്കെ വമ്പൻ തട്ടിപ്പാണെന്ന് അനീഷ് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്ന എന്താണ് ഈ പറയുന്ന യൂട്യൂബേഴ്സും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും കൃത്യമായിട്ട് ഇത് റിവ്യൂ ചെയ്യാതിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്